അമ്പലപ്പുഴ കരൂരിൽ കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം കിട്ടിയതോടെ ചുരുളഴിഞ്ഞത് 2 ആഴ്ച നീണ്ട ദുരൂഹത. ഇതോടെ ജയചന്ദ്രൻ നൽകിയ മൊഴിയും സത്യമായി മാറി. കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി. വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന്റെ ശൗചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു. വീട് പണിയുന്നതിന് തലേന്നു കല്ലിട്ട സമീപത്തെ പുരയിടത്തിൽ മൃതദേഹം കയറിൽ കെട്ടിവലിച്ചുകൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷമാണ്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് മൂടിയത്. മൃതദേഹം ഇവിടെ നിന്നാണ് കിട്ടിയത്. ഓരോ തവണ അന്വേഷണം വഴിതെറ്റിക്കാൻ ജയചന്ദ്രൻ ശ്രമിക്കുമ്പോഴും പോലീസ് ഡിജിറ്റൽ തെളിവുകൾ നിരത്തി അതെല്ലാം പൊളിച്ചു. ഒടുവിൽ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഗത്യന്തരമില്ലാതെ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു പ്രതി. മൃതദേഹം മൂടിയ സ്ഥലത്തെ മണ്ണ് 2 ദിവസത്തിനു ശേഷം വിണ്ടുകീറിയത് കണ്ട ജയചന്ദ്രൻ മറ്റൊരു വീട് പണിയുന്നിടത്തുനിന്ന് കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അവിടെ വിതറി. അതിനിടയിലാണ് ബന്ധുക്കൾ വിജയലക്ഷ്മിയെ അന്വേഷിക്കുന്നത് അറിഞ്ഞത്. ഇതോടെ മുൻപ് കണ്ട സിനിമയിലെ രംഗം അനുകരിച്ച് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസ്സിൽ ഉപേക്ഷിച്ചു. പക്ഷേ ഇരുദിശയിലേക്കുമുള്ള യാത്രാ ടിക്കറ്റ് പ്രതി ഉപേക്ഷിക്കാൻ വിട്ടുപോയത് പക്ഷേ തെളിവായി മാറി. അങ്ങനെ ദൃശ്യം മോഡൽ പൊളിഞ്ഞു. നവംബർ 4-നാണ് വിജയലക്ഷ്മി അമ്പലപ്പുഴയിലെത്തിയത്. 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ എറണാകുളം ഡിപ്പോയിലെ KSRTC ബസ്സിൽ നിന്ന് ലഭിച്ച ഫോണാണ് നിർണായകമായത്. ഫോൺ ലഭിച്ച കണ്ടക്ടർ അത് പോലീസിന് കൈമാറി. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ അയച്ച സന്ദേശങ്ങൾ അതിൽ നിന്ന് പോലീസിന് കിട്ടി. ഇതോടെ വിജയലക്ഷ്മി അവസാനമായി സംസാരിച്ചത് ജയചന്ദ്രനുമായിട്ടാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനിടെ ജയചന്ദ്രനെ തേടി പോലീസ് അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. മീൻ പിടിക്കാൻ ഈ സമയം ജയചന്ദ്രൻ കടലിൽ പോയിരുന്നു. കടലിൽ പോയാൽ ഒരാഴ്ചയും കഴിഞ്ഞ് ജയചന്ദ്രൻ തിരിച്ചെത്തൂ എന്നാണ് ഭാര്യ സുനിമോൾ പറഞ്ഞത്. എന്നാൽ നിർണായകമായ ചില വിവരങ്ങൾ സുനിമോളിൽ നിന്ന് ഇതിനിടെ ലഭിച്ചിരുന്നു. ഇതോടെ എല്ലാം ഉറപ്പിച്ചു. കടലിൽ നിന്നെത്തിയ ജയചന്ദ്രനെ പോലീസ് പൊക്കി. പിന്നെ കുറ്റസമ്മതം. ഞായറാഴ്ച കസ്റ്റഡിയിലായ ഇയാളിൽ നിന്ന് ദുരൂഹതയുടെ ചുരുളഴിച്ച പോലീസ് അന്നു തന്നെ കൊലപാതക സ്ഥലത്തെത്തി വീടും പരിസരവും അടക്കം പരിശോധിച്ച് സാഹചര്യ തെളിവുകൾ ശേഖരിച്ചു. തിങ്കളാഴ്ചയും ഇവിടെ എത്തിയ പോലീസ് മൃതദേഹം അടുത്ത പുരയിടത്തിൽ ഉള്ളതായി സ്ഥിരീകരിച്ചു. 13-നാണ് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന പരാതി കരുനാഗപ്പള്ളി പോലീസിന് ലഭിക്കുന്നത്. 9 മുതൽ കാണാനില്ലെന്നായിരുന്നു സഹോദരി തഴവ കൊച്ചയ്യത്ത് വീട്ടിൽ ഗീതയുടെ പരാതി. എന്നാൽ തിരോധാനം 6 മുതലെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി. അയൽവാസികളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്. വിജയലക്ഷ്മി എറണാകുളത്തുണ്ടെന്നാണ് ആദ്യം പ്രതി പറഞ്ഞത്. പിന്നീട് മറ്റെവിടേക്കോ പോയെന്നായി. ഇവരുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാനടക്കം നടത്തിയ ശ്രമങ്ങളെല്ലാം തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പൊളിഞ്ഞു.